രാവിലെ കൊടുക്കാല്ല നാളെ അല്ല ഇന്നത്തെ വീഡിയോയിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റോറിയാണ്, ഡ്രൈവിംഗ് കഥകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കിക്കോ. ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങളെ പേടി ഫുള്ളായിട്ട് അങ്ങ് മാറിക്കിട്ടും. പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. അതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന വലിയ വലിയ ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വിചാരിക്കും, ഓഹോ ഇതൊക്കെ വലിയൊരു പണിയാണോ, ഇതൊക്കെ ചെറിയൊരു കാര്യമല്ലേ, ഇങ്ങനെ മനസ്സിലൊക്കെ ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്നും വിചാരിക്കരുത്. കുഞ്ഞി ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അത് കുഞ്ഞി ആൾക്കാരാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ അതങ്ങ് പൊറുക്കിയെടുത്ത് അങ്ങനെയാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതുകൊണ്ട് വലിയ വലിയ ആൾക്കാരൊന്നും ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും എടുക്കല്ലേ. ഒന്നാമത്തെ ഒരു കാര്യം ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത്, നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ വണ്ടിയും റോഡും അതേപോലെ തന്നെ നമ്മളെ സൈഡിൽ കയറി വരുന്ന ഡ്രൈവർമാർ എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്ന് ഇല്ല. നമ്മൾ എത്ര വലിയ നല്ല എക്സ്പേർട്ട് ഡ്രൈവർമാരാണെങ്കിലും നമ്മൾ സൈഡിൽ കൂടി വരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മളെ കൺട്രോളിൽ നമ്മളെ വണ്ടിനെ നിർത്താൻ പറ്റണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. അതിനാണ് നല്ലോണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. നല്ല ഡ്രൈവർമാർക്ക് എങ്ങനെ വേണമെങ്കിലും വണ്ടിനെ നിർത്താൻ പറ്റും. പിന്നെ അപകടങ്ങളൊക്കെ വരുന്നത് അത് പിന്നെ എന്താ പറയുക, അതൊരു വിദ്യയാണ്. മക്കളൊക്കെ കൂടെ ഉണ്ട്, അതാണ് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഞാൻ എന്നും പോകുന്നതും കാത്തിട്ട് ഇവർ ആ ഒരു സമയമാകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അവർക്ക് ഒരുമിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയും, മൂത്ത് ഇന്ന് വണ്ടി എടുക്കുന്നില്ലേ. അതിന് മുമ്പായിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരും ചോദിക്കാൻ വേണ്ടിയിട്ട്, പോകുന്നില്ലേ എന്നല്ല ചോദിച്ചിട്ട് വരാം. ഞാൻ പറയും, ഒരു ദിവസം ഞാൻ നിങ്ങളെ കൂട്ടാണ് ഒരിക്കൽ ലോങ് പോകുന്നുണ്ട് എന്നെല്ലാം പറയുന്നേരം പറയും, നമ്മളതെങ്ങനെയായാലും അറിയുമെന്നല്ല ഇങ്ങനെ തമാശയാക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സ്പീഡ് ലിമിറ്റ് വെക്കുക, അതിനനുസരിച്ചിട്ട് സേഫായിട്ട് ഡ്രൈവിങ് ചെയ്യുക. എപ്പോൾ നമ്മളെ സൈഡ് പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കണം. ലൈന് മാറിക്കരാൻ പാടില്ല. ഏത് സമയവും അപ്പുറത്തുനിന്ന് വണ്ടി കയറി വരും എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇത് തുടക്കക്കാർക്കുള്ളൊരിതാണ് കേട്ടാ. നമ്മൾ പഠിച്ച് നല്ല അടിപൊളി ഡ്രൈവർ ആയാലും പ്രശ്നമൊന്നുമില്ല. തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ റോട്ടിലെത്തിയാൽ അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ വണ്ടിയെല്ലാം കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പ് അങ്ങനെയാണ്, അല്ലാഹു അക്ബർ വലിയ വണ്ടി വന്ന് അല്ലാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കൂക്കും. പിന്നെ ഇപ്പം അതൊക്കെ ശരിയായത്. പിന്നെ നമ്മളൊന്ന് സൈഡ് ഒന്നും കൂടി അടുപ്പിച്ചാൽ മതി. എന്നിട്ട് ചെറുതായിട്ട് മുന്നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈവിങ്ങിൽ ഒരിക്കലും പേടി ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഈ വളവ് ഒക്കെ വരുമ്പോൾ സ്പീഡ് കുറച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല വൃത്തിക്ക് സ്പീഡ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഉള്ളതാണ് പേടിയല്ലേ. പേടിയെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു പേടിയെന്ന് വെച്ചാൽ വണ്ടി തട്ടോ മുട്ടോ എന്നുള്ളൊരു പേടിയാണല്ലേ. വണ്ടിയാകുമ്പോൾ ചിലപ്പോൾ തട്ടും മുട്ടലും ചെയ്യും. പക്ഷേ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേടി. അതുകൊണ്ട് ഞാൻ കൂടുതൽ സൈഡ് അടുപ്പിച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാറ്. പക്ഷേ നന്നായി അടുപ്പിക്കാൻ പാടില്ല കേട്ടോ. അന്നേരം പിന്നെ നമ്മളെ പോസ്റ്റും അതും ഇതൊക്കെ നോക്കേണ്ടി വരും. എന്നാലും നമ്മളുടേതായ ഒരു ഐഡിയ ഉണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ട് നീങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മെയിൻ റോഡിലെല്ലാം പിന്നെ കയറുമ്പോൾ നല്ലോണം തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഓണടിക്കാനുണ്ടാകും. അത് കേട്ടിട്ട് നമുക്ക് യാതൊരു പേടി ഉണ്ടാകാൻ പാടില്ല. അന്നേരമാണ് നമ്മളാകെ പതറിപ്പോവുക. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരെ റോഡും ഒന്നല്ലല്ലോ. അവരിങ്ങനെ ആർന്ന് ഓണടിച്ചിട്ട് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മൈൻഡാക്കലേ ഇല്ല കേട്ടാ. അവരാർന്ന് ഓണടിക്കട്ടെ എന്ന് പറയുകയാണ് ചെയ്യാറ്.
ഇനി അഥവാ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നല്ല തിരക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നറിയുക, റോഡ് നോക്കിയിട്ട്, അതായത് വീതിയുള്ള റോഡെല്ലാം നോക്കിയിട്ട് നമ്മളൊന്ന് സൈഡ് അടുപ്പിച്ചിട്ട് അവരെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അനുവദിക്കുക. പിന്നെ നമുക്ക് ചില കാരണത്താൽ എന്തെങ്കിലും തെഞ്ചി കളിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാകും അല്ലേ, അപ്പോഴായിരിക്കും അവർ വല്ലാണ്ട് ഓണടിച്ച് കളിക്കുന്നുണ്ട്. അന്നേരം പിന്നെ മൈൻഡാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അന്നേരം തന്നെ നമുക്ക് എല്ലാം കൂടി ഒരു ബേജാറ് വരും. അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേടിച്ചിട്ട് നമ്മൾ എന്തെല്ലോ കോലത്തിൽ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. റോഡ് ആരത്തുമല്ല, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിറർ സൈഡ് ഒക്കെ ഒന്ന് ചുമ്മാ നോക്കുക, അതൊക്കെ ഒന്ന് ശീലമായി വരട്ടെ. പിന്നെ ഇതൊക്കെ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ, ഒരിക്കലും വലിയ ഡ്രൈവർമാർക്കുള്ളതൊന്നുമല്ല. പിന്നെ അതാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടാ. അല്ലാതെ ചില ആൾ പറയില്ല, അല്ലോ ഇവളെല്ലാം എന്താ പറയുന്നത്, നമുക്കറിയാത്ത പോലെയാണ് ഇവൾ ഓരോ കാര്യം പറയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിങ് അങ്ങനെ ഈസി പരിപാടിയൊന്നുമല്ല. പഠിച്ചു കഴിഞ്ഞ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഇതൊക്കെ ഈസി തന്നെയാണ് കേട്ടോ. കിട്ടുന്നത് വരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. റബ്ബല്ലാലമിനെ തമ്പുരാനെ, ആദ്യമൊക്കെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്. എൻ്റെ മുറ്റത്തെ ഗേറ്റ് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ജനലും നോക്കി പിടിച്ച് അത് നോക്കിയിരിക്കലാണ് എൻ്റെ ഒരു പണി. എപ്പം ഞാൻ ഈ ഒരു ഗേറ്റ് കിടക്കും എന്നെല്ലാം വിചാരിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ട് ആ ഗേറ്റും വന്ന് നോക്കും, എങ്ങനെ ഞാൻ ഇതിലൂടെ വണ്ടി ഇറക്കും എന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെ റബ്ബ് സഹായിച്ചിട്ട് അതങ്ങനെ ശരിയായി. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ഈസിയാണ് കേട്ടോ. ഈ ഒരു 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നത്. അങ്ങനെ ആഗ്രഹം വന്നിട്ട് കാര്യമില്ലല്ലോ, പഠിക്കാൻ പോകണമല്ലോ. പിന്നെ പോവാനെങ്കിലും ഭയങ്കരമായിട്ടും മടി. അങ്ങനെ ഞാൻ വിചാരിച്ച് മടി പിടിച്ച് ചെന്നിട്ട് കാര്യമില്ല, നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ എന്തായാലും അവിടെ തന്നെ പോകണം. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനെങ്കിൽ ഭയങ്കര മടി. അങ്ങനെ ഞാൻ 2-3 ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ്, നീ വരുന്നുണ്ടോ പഠിക്കാൻ? അങ്ങനെ അവരും ഇറങ്ങി, അനിയത്തിയും വന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് പോയി. പിന്നെ പോയത് പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരു ക്ലാസ്സിൽ തന്നെയാണ്, ഡ്രൈവിംഗ് സ്കൂളിൽ. റബ്ബല്ലാനുമേ തമ്പുരാനെ ഒന്നും പറയണ്ട. അവിടുത്തെ കാറ് പഠിപ്പിക്കുന്ന ഒരു സാറും ഞാനുമായിട്ട് അങ്ങനെ ഒത്തുപോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര സ്ട്രോങ് ആണ്. പഠിക്കുന്ന കുട്ടികളൊന്നും ഇങ്ങനെ കലമ്പാൻ പാടില്ല. എനിക്ക് പിന്നെ ആര് കലമ്പിയാലും പിന്നെ പെട്ടെന്ന് കരച്ചിലെല്ലാം വരും. അങ്ങനെ എൻ്റെ ചെറുങ്ങനെ ആക്സിലറേറ്റ് കൂടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടുള്ളതല്ലേ, അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അവർ പറഞ്ഞു തരണം. അങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് വല്ലാത്തൊരു കലമ്പ്, ഇങ്ങനെയാണോ ഡ്രൈവ് ചെയ്യല്, നീ എന്താ ആളെ കൊല്ലാപ്പോ നീ അതോന്നെല്ലാം ചോദിച്ചിട്ട്. അങ്ങനെ ഞാനെന്ത് ചെയ്തേ, 1500 റുപ്യായിട്ട് അന്ന് കൊടുത്തണേനും 10,000 റുപ്യാണ് ഫസ്റ്റിൽ 1500 കൊടുത്തു. പിന്നെ ഞാൻ 5-6 ക്ലാസ്സിനായിട്ടാണ് പോയത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരുന്നേ ഇല്ല, ആ ഫീസെല്ലാം ഞാൻ ഒഴിവാക്കിയിന്, ഞാൻ ഈ ക്ലാസ്സിന് വരില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പേടിച്ചു പോയി. പിന്നെ നമുക്ക് ഡ്രൈവിങ്ങിനോടൊരു ഇഷ്ടം വരില്ല. ആ ക്ലാസ്സിൽ തന്നെ പിന്നെയും പോയാൽ പിന്നെ പഠിക്കാനൊന്നും എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ പേടിച്ച് പോയല്ല, അയാളെ കലമ്പ് കേട്ടിട്ട് പേടിച്ചു പോയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തേ, ഞാൻ സ്കൂട്ടി പഠിച്ച ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ടേനും. അപ്പം ഞാൻ വീണ്ടും ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അവിടെ നിന്നാണ് ഞാൻ ലൈസൻസ് എല്ലാം എടുത്തത്. എനിക്ക് ഫസ്റ്റിൽ തന്നെ കാറിൻ്റെ ലൈസൻസ് കിട്ടീന്. സ്കൂട്ടി പിന്നെ ഞാൻ ആദ്യം എടുക്കാറുണ്ട്, 10-12 വർഷം എടുത്തിട്ടുണ്ട്. 10-12 വർഷത്തോളമായി. എല്ലാ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരൊരുപോലെ ആവില്ല. ചില ആൾ പിന്നെ നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ ഒച്ചയിട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേടിച്ച് പോയി പിന്നെ അവർ രണ്ടാമത് വരില്ലല്ലോ. നമ്മളതാ പറയുന്നത്, നമ്മളെ കുഞ്ഞുമക്കളെല്ലാം പേടിപ്പിച്ചാൽ അവരങ്ങനെയല്ലേ, എപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു നോട്ടുണ്ടാവും, ഇവർ വന്നാൽ നമ്മൾ കൽബ് എന്ന് വിചാരിച്ചിട്ട് അവർ പിന്നെ ഒളിച്ച് നിൽക്കലേ ചെയ്യാറ്. അതേപോലെ തന്നെയാണ് നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സ്റ്റുഡൻസും. അപ്പം അങ്ങനെയൊക്കെയാണ്. എനിക്ക് പിന്നെ ഭയങ്കര പേടിയാണ്. അന്ന് കൽവിയ ശേഷം പിന്നെ ഞാൻ ആ ഏരിയയിലേ പോയിട്ടില്ല. എന്നിട്ട് വീണ്ടും അയാൾ ആരോടെല്ലോ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അവൾക്ക് ലൈസൻസ് എല്ലാം കിട്ടിയോ എന്നുള്ള ആരോടോ ചോദിച്ചിരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് പോയാൽ നഷ്ടം നമുക്ക് തന്നെ ഉണ്ടാകുമല്ലേ, ഭയങ്കരമായിട്ട് സങ്കടം വരും. അതുകൊണ്ട് കഴിയുന്നതും എപ്പോഴാണോ നമ്മളെ കയ്യിൽ കിട്ടുന്നത് അതുവരെ അതിൻ്റെ പുറകെ
പിന്നെ ഓടിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് വാശി ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ നല്ല വാശിയോടെ തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒട്ടുമിക്ക സ്ത്രീകളും പറയുന്നൊരു കാര്യമാണ്, ഭർത്താക്കന്മാരെപ്പരം ഡ്രൈവിങ് പഠിക്കാൻ പോയാൽ ഭയങ്കരമായിട്ട് കലമ്പും നുള്ളും ഒക്കെ ചെയ്യുന്നത്. എൻ്റെ പരം ഡ്രൈവിങ് പഠിക്കാൻ വന്നേരം ഒരു പെണ്ണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണ്, എല്ലാ ഭർത്താക്കന്മാരും കലമ്പൊക്കെ ചെയ്യും. ഇത്ര നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ അവരങ്ങനെയാണ്. എനക്കെല്ലാം പിന്നെ ഇപ്പം ഞാൻ ഹസ്ബൻഡ് വന്നേരം കുറച്ച് ഇലാക്കിനല്ല ഹസ്ബൻഡിൻ്റെ കൂടെ. അന്നേരം തന്നെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കലമ്പെല്ലാം കൊള്ളലുണ്ട്. അന്നേരം എനിക്ക് ദേഷ്യം പിടിക്കും. പിന്നെ എന്നിട്ട് ഞാനിങ്ങനെ ഇടക്കിടക്ക് പറയും, അടുക്ക് ഞാൻ പഠിച്ച് വലിയ ഒരാളായിട്ട് എന്നുള്ള ഇങ്ങനെ പറയും. അത് സ്വാഭാവികമാണ്, അതൊക്കെ കിട്ടും. പക്ഷെ എത്ര കിട്ടിയാലും നമ്മളെന്താ ചെയ്യുക, പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അതാണ്. പിന്നെ പുറത്തുള്ള ആൾ കലമ്പും പിന്നെ നമുക്ക് നന്നൊരു വേജാറും വെപ്രാളൊക്കെ ഉണ്ടാവില്ലേ. ഹസ്ബൻഡിൻ്റെ കൂടെ ആകുമ്പോൾ കലമ്പ് കൊണ്ടാലും പിന്നെ നമ്മൾ അവരെ ബേക്കിൽ പോവുമല്ലോ. പുറത്തുള്ള മീൻസ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളും സ്ത്രീകൾ തന്നെ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ, പുരുഷന്മാരും ഉണ്ടാവല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നാൽ വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തു പോവുക. അതാണ് പറയുന്നത്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ ഗുഡ്സ് ആൻഡ് കട്ടപ്പ എന്ന് പറഞ്ഞൊരു യൂട്യൂബേഴ്സ് ഉണ്ട്, ചാനലിൻ്റെ നെയിമാണ് അങ്ങനെ. ആ വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം പിടികിട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ ആ വീഡിയോസൊക്കെ ആദ്യം കാണാറുണ്ട്. പിന്നെ പഠിക്കാൻ പോകുന്ന സമയത്ത്, ടെസ്റ്റിന് പോകുന്ന സമയത്തൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും. അതാ പറയുന്നത്, ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് എവിടെ നിന്നാണോ നമുക്ക് എന്തെല്ലാം കിട്ടുന്നത് അതൊക്കെ പൂർത്തിയെടുത്തിട്ട് പിന്നെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെയെല്ലാം തന്നെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതല്ലേ. പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയൊരാളായി, അത്രയെല്ലാം തന്നെയാണ്. ഇനി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്, പറയാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നിർത്താണ്ടിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് ബോറടിച്ച് അലാക്കായിട്ട് നിങ്ങൾ പോയാലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.